അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, അതുപോലെ മറ്റു ഇതര മത വിഭാഗത്തിലെ സഹോദരന്മാരെ, പരിശുദ്ധ റമളാൻ മാസത്തിലൂടെ മുസ്ലിം മുഅ്മിനീങ്ങളായ ആളുകൾ കടന്നു പോകുമ്പോൾ എന്താണ് റമളാൻ മാസം ഒരു മനുഷ്യന് നൽകുന്ന പ്രോത്സാഹനം, എന്താണ് റമളാൻ മാസം സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്നതാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയാൻ പോകുന്നത്. ലോകത്തെ പടച്ച ദൈവം അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറയുന്നത് കാണാം, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറയുന്നത് കാണാം. അതായത് മുഅ്മിനീങ്ങളായ ആളുകളോട് പറയുകയാണ്, നിങ്ങൾ നോമ്പ് നോൽക്കണമെന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നത്. മാത്രമല്ല, നോമ്പ് നോറ്റാൽ കൂലി നൽകാമെന്ന് പറയുന്നതും ആ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. നമ്മൾ പല കർമ്മങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഞാൻ കൂലി നൽകാമെന്ന് അതിൻ്റെ കൂടെ പറഞ്ഞതായിട്ട് കാണാൻ കഴിയില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, വ അന ജിസീബി, അതിനേക്കുള്ള പ്രതിഫലം ഞാനാണ് നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. ഒരു മനുഷ്യനോട് ദൈവം നിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിലെ നോമ്പാണെങ്കിലും ഇനി മറ്റു മതങ്ങളിലെ നോമ്പാണെങ്കിലും അതിൻ്റെതായ റൂൾസുകൾ പാലിച്ചുകൊണ്ടാണ് അതെന്ത് ചെയ്യേണ്ടത്, നോമ്പ് നോൽക്കേണ്ടത്. നമുക്കറിയാം, സഹോദര മതത്തിലും നോമ്പുണ്ട്, മുസ്ലിം മതത്തിലും നോമ്പുണ്ട്. അതിനൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അതിൻ്റെതായ റൂൾസുകളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നോമ്പ് നിങ്ങൾ നോൽക്കണമെന്നും നോമ്പ് എനിക്കുള്ളതാണെന്നും പറയലോടുകൂടി അതിൻ്റെ പ്രതിഫലം ഞാൻ നൽകുന്നതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കണക്ക് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ കണക്ക് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് മഹാനായ ഖുർത്തുബി ഇമാം വിശദീകരിക്കുന്നത്. മാത്രമല്ല, ഇതിൻ്റെ റൂൾസുകൾ എന്താണ്? ഒരാൾ നോമ്പ് നോൽക്കുമ്പോൾ, ഒരു വ്യക്തി നോമ്പ് നോൽക്കുമ്പോൾ അവൻ ചെയ്യേണ്ട ഏറ്റവും വലിയ മര്യാദയിൽപ്പെട്ടതാണ് യദഉ ശഹ്വതഹു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള എന്തെല്ലാം വൈകാരികമാകുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം അവൻ ഒഴിവാക്കേണ്ടതുണ്ട്. മാത്രമല്ല, വാക്കലഹു, അവൻ ആ റമളാൻ മാസത്തിൽ പകൽ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതേയില്ല, അതും ഒഴിവാക്കിയിട്ടുണ്ട്. വശുർബഹു മിൻ അജലി, എൻ്റെ പൊരുത്തത്തിന് വേണ്ടി അവൻ അന്നപാനീയങ്ങളെല്ലാം ഒഴിവാക്കുന്നുണ്ട്. നമുക്കറിയാം, വീട്ടിലുള്ള ഫ്രിഡ്ജിൽ നല്ല തണുത്ത വെള്ളമുണ്ട്, അതേപോലെ ഫ്രിഡ്ജിൽ നല്ല ഫ്രൂട്ട്സുകളുണ്ട്, നല്ല ഭക്ഷണങ്ങൾ നമ്മളെ വീട്ടിലുണ്ടായിട്ടും ദൈവം പറഞ്ഞു നിങ്ങൾ റമളാനിൽ നോമ്പനുഷ്ഠിക്കണമെന്ന്. മുസ്ലിമീങ്ങളായ ആളുകൾ, വിശ്വാസികളായ ആളുകൾ ആ റൂൾസ് പാലിച്ചുകൊണ്ട് അത് എന്ത് ചെയ്യുകയാണ്, മുറുകെ പിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, മുസ്ലിമീങ്ങളായ നമ്മൾ എന്തിനാണ് ഇത് പാലിക്കുന്നത്? ദൈവത്തിൻ്റെ സാമീപ്യം ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഏത് പ്രവർത്തനമാണെങ്കിലും അതിൽ നല്ല കരുത്തോടുകൂടി, നല്ല ആത്മാർത്ഥതയോടുകൂടി എൻ്റെ ദൈവം പറഞ്ഞതാണല്ലോ, അങ്ങനെ ഒരു നല്ല മനസ്സോടുകൂടി ചെയ്യുമ്പോഴാണ് അതിന് എന്ത് ലഭിക്കുന്നത്? നമ്മൾ ഉദ്ദേശിച്ചതിലേറെ അല്ലാഹു തആല കൂലി നൽകുന്നത്. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമുക്കറിയാം, ഒരു വർഷത്തിൽ 12 മാസമാണുള്ളത്. മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും അറബിയിലാണെങ്കിലും 12 മാസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ വർഷത്തിലുമുള്ള ഓരോ മാസത്തിലും ഓരോരോ പ്രത്യേകതകളുണ്ട്. എന്നാൽ അറബിക് കലണ്ടറിലെ 12 മാസങ്ങളിൽ ഒരു മാസം VIP യുടെ സ്ഥാനത്താണ്.
അതാണ് ഷഹ്റു റമളാൻ, റമളാൻ മാസം എന്നുള്ളത്. മഹാനായ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു തന്റെ ബുസ്താനുൽ വാഇളീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, 12 മാസങ്ങൾ യഅ്കൂബ് നബിയുടെ 12 സന്താനങ്ങളെ പോലെയാണ്. അതായത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു പ്രവാചകനാണല്ലോ യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ചരിത്രം ഇവിടെയുള്ള മതവിശ്വാസികൾക്കും സഹോദര മതത്തിലെ ആളുകളും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് കേട്ടവരുണ്ടാകും. അപ്പോൾ യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 12 മക്കളുടെ സ്ഥാനത്താണ് ഈ 12 വർഷങ്ങൾ. അതിൽ ഒരു മകനെ യഅ്കൂബ് നബിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അതായിരുന്നു ആര്? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നുള്ളത്. യഅ്കൂബ് നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുപോലെ റമളാൻ മാസം അല്ലാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ്. 12 മാസങ്ങൾ യഅ്കൂബ് നബിയുടെ 12 മക്കളെ പോലെയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 12 മാസങ്ങളിലെ പ്രിയപ്പെട്ട മകനെ പോലെ പ്രിയപ്പെട്ടൊരു മാസമാണ് പരിശുദ്ധ റമളാൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മാത്രമല്ല യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന കാരണം ബാക്കിയുള്ളവർക്ക് പൊറുക്കപ്പെട്ടതുപോലെ 11 മാസങ്ങളിലെ പാപങ്ങളെല്ലാം റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു പൊറുത്തു തരുമെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ മാസത്തിന് ഒരുപാട് പവിത്രതകൾ പറയുന്നുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ഒരു മുസ്ലിമിന്റെ ഭരണഘടനയാകുന്ന പരിശുദ്ധ ഖുർആൻ, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധ റമളാൻ എന്നുള്ളത്. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായ മാസമാണ് പരിശുദ്ധ റമളാൻ എന്നുള്ളത്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായ മാസമാണ് ഈ പരിശുദ്ധ റമളാൻ മാസം എന്നുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിലെ നാഴികക്കല്ലാകുന്ന ബദർ യുദ്ധം അരങ്ങേറിയത് ഈ റമളാൻ മാസം 17-നാണ്. ബദറാകുന്ന തങ്ങളെ കൊണ്ട്, ബദറാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ന്യൂനപക്ഷമാകുന്ന മുസ്ലിമിന് ആ യുദ്ധമല്ല, അതിനേക്കാൾ വലിയ ബലം പരിശുദ്ധമാക്കപ്പെട്ട പ്രാർത്ഥനയാണെന്ന് പാഠം നൽകിയ ബദർ യുദ്ധം നടന്ന മാസമാണ് പരിശുദ്ധ റമളാൻ. അങ്ങനെ ഒരുപാട് പവിത്രതകൾ മേളിച്ച ഒരു മാസത്തിൽ മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം സഹോദരന്മാർ ഇങ്ങനെ നോമ്പനുഷ്ഠിക്കുമ്പോൾ ആദ്യം റമളാൻ, പരിശുദ്ധ റമളാൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാവരും കാണുന്നത് പോലെ നമ്മുടെ പള്ളിയും മദ്രസയും അനുബന്ധ കാര്യങ്ങളെല്ലാം ഫുൾ പെയിന്റ് അടിച്ച് വൃത്തിയാക്കുന്നത് നമ്മൾ കാണാറുണ്ട്. സഹോദര മതത്തിലെ ആളുകളൊക്കെ പോകുമ്പോൾ അത് വീക്ഷിക്കാറുണ്ട്. റമളാൻ എത്തുന്നതിന് മുമ്പ് വീടുകളിൽ നനച്ചുകുളി എന്ന രൂപത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ശുദ്ധിയാക്കേണ്ട ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ സ്വഹാബികൾ എങ്ങനെയാണ് പരിശുദ്ധ റമളാനിനെ വരവേൽച്ചത് എന്ന് ചോദിച്ചു. മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത മറുപടി വളരെ അർത്ഥവത്തായ ഒരു മറുപടിയായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളിൽ ഒരാളും ഒരു മുസ്ലിമായ സഹോദരനോട് വിരോധത്തിന്റെ ഒരു അംശം പോലും മനസ്സിൽ വെച്ചുകൊണ്ട് റമളാനിന്റെ മാസപ്പിറവിയെ സ്വീകരിക്കാൻ ധൈര്യപ്പെടില്ലായിരുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രക്കും മൂല്യമുള്ള, ഇത്രക്കും പവിത്രതയുള്ള, ഇത്രക്കും മഹത്വമുള്ള ഈ മാസം കടന്നു വരുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഹൃദയം ക്ലിയറാക്കിയാൽ നമുക്ക് വിജയമുണ്ട്. അങ്ങനെ ക്ലിയറാക്കി ഇതിനെ സ്വീകരിച്ചവരാണെങ്കിൽ നമുക്കൊരിക്കലും നഷ്ടം വരികയില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മത്സരക്കളത്തിലാണ് നമ്മൾ ഉള്ളത്. മത്സരം എന്ന് വെച്ചാൽ നന്മയിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. നന്മയിൽ മത്സരിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ. നന്മയിൽ മത്സരിക്കാനാണ് മഹാന്മാരെല്ലാം നമുക്ക് പാഠം നൽകിയിട്ടുള്ളത്. അപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം നമുക്ക് നൽകുന്ന മെസ്സേജ്, ഇത് വരുന്നതിന് മുമ്പേ നിങ്ങളെ ഹൃദയമൊക്കെ ക്ലിയറാക്കിയിരിക്കണം. പുറമെയുള്ള മോടിക്ക് പുറമെ
നമ്മുടെ ഹൃദയം നന്നായാൽ മാത്രമേ എല്ലാം ശരിയാവുകയുള്ളൂ എന്ന് മഹാന്മാരായ സ്വഹാബികൾ നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മളൊരു മത്സരക്കളത്തിലാണുള്ളത്. എന്തിലാണ് മത്സരം? ഖുർആനിൽ അല്ലാഹ് പറയുന്നത് കാണാം, ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ മത്സരിച്ചു കൊള്ളട്ടെ. എന്തിലാണ് മത്സരിക്കേണ്ടത്? നന്മയിൽ മത്സരിക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മാസം നന്മയുടെ പൂന്തോട്ടത്തിലാണ്. ഇനി നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്താൽ നമുക്ക് വലിയ ഓഫറുകൾ സമ്മാനിച്ച മാസത്തിലാണ് നമ്മൾ ഉള്ളത്. നമുക്കറിയാം, നന്മയിൽ മത്സരിക്കാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനോട് ചോദിക്കുന്ന ചോദ്യവും അവിടുത്തെ സമീപനവും ആ മത്സരത്തിൽ വിജയിച്ചവർക്ക് എന്താണ് ലഭിച്ചത് എന്നും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം രാവിലെ എല്ലാ സ്വഹാബത്തും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരോട് ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ, ഇന്ന് പ്രഭാതത്തിൽ നോമ്പുകാരനായ ആരാണ് നിങ്ങളെ കൂട്ടത്തിലുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഖലീഫയാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല അന സ്വാഇമുൻ എന്ന് പറഞ്ഞു. ഖാല അബൂബക്കർ അന, ഞാൻ നോമ്പുകാരനാണ് നബിയെ എന്ന് പറയുകയാണ്. പിന്നീട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു, ഫമൻ തബിയ മിൻകുമുൽ യൗമ ജനാസ, ഫമൻ തബിയ മിൻകുമുൽ യൗമ ജനാസ, ഇന്ന് ആരാണ് ജനാസയെ അനുഗമിച്ചവർ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന, ഞാനുണ്ട് നബിയെ എന്ന് പറയുകയാണ്. പിന്നീട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ഫമൻ അത്വഅമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നാരാണ് പാവങ്ങൾക്ക് സഹായം ചെയ്തത്, ഭക്ഷണം കൊടുത്തത് എന്നാണ് ചോദിച്ചത്. അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന, ഞാൻ കൊടുത്തിട്ടുണ്ട് നബിയെ എന്ന് പറയുകയാണ്. ഫമൻ ആദ മിൻകുമുൽ യൗമ മരീള, നെക്സ്റ്റ് ചോദ്യമാണ്, നിങ്ങളിൽ ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അതിനും മറുപടി പറഞ്ഞു, ഞാൻ ഉണ്ട്, ഞാൻ അതിന് ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ മത്സരത്തിലെല്ലാം ഇതൊക്കെ നന്മയായ കാര്യങ്ങളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആരെയും സഹായിക്കുക, അതായത് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇതിൽ ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നാരാണ് പാവങ്ങളെ ഭക്ഷണം കൊടുത്തത് എന്ന് ചോദിച്ചതിൽ പാവം എന്നാണ് പറഞ്ഞത്. ഇന്ന മതം, ഇന്ന ആൾ ഒന്നും പറഞ്ഞിട്ടില്ല. അതേപോലെ ഇന്ന് രോഗസന്ദർശനം നടത്തിയത് ആരാണെന്ന് ചോദിച്ചതിൽ ഇന്ന വിഭാഗമെന്നോ ഇന്ന ഇത് എന്നും പറഞ്ഞിട്ടില്ല. ഒരു രോഗിയെ കണ്ടാൽ ഒരു രോഗസന്ദർശനം നടത്തുക, അതാരാണെങ്കിലും ശരി. ഇങ്ങനെ ചെയ്ത ആളുകൾക്ക് എന്തുണ്ട് എന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം, ഈ 4 കാര്യങ്ങളും ഒരാളിൽ മേളിച്ചാൽ അവൻ സ്വർഗത്തിൽ കടക്കുന്നതാണെന്ന് ലോകപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം വരുമ്പോൾ മുസ്ലിമീങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ തന്നെ നമ്മുടെ സഹോദര മതത്തിലുള്ള പലരും നോമ്പ് നോൽക്കാറുണ്ട്. നമുക്കറിയാൻ 30 ദിവസം നോമ്പ് നോക്കുമെന്ന് യൂട്യൂബിൽ പറയുന്ന നമ്മുടെ സഹോദര മതത്തിലുള്ള ആളുകളുണ്ട്. അവർക്കതുകൊണ്ട് ഭൗതികമായ ലാഭമുണ്ട്. അത് ശരീരത്തിന് നല്ലതാണെന്നും ആരോഗ്യത്തിന് നല്ലതാണെന്നും ഡോക്ടർമാരും പലരും പറയുന്ന നമ്മൾ കേൾക്കാറുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ പുറമെ റമദാൻ മാസം വരുമ്പോൾ ഒരുപാട് റിലീഫാണെങ്കിലും ധർമ്മം ചെയ്യലാണെങ്കിലും ഭക്ഷണം കൊടുക്കലാണെങ്കിലും അതേപോലെ തൊട്ടടുത്തുള്ള മറ്റുള്ള മതസ്ഥരെ വിളിച്ച് അവർക്ക് സൗഹൃദ ഇഫ്താർ കൊടുക്കലൊക്കെ നല്ല കാര്യം തന്നെയാണ്. മാത്രമല്ല, ഈ സമയത്ത് നമ്മൾ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പ്രസക്തമായ കാര്യം തന്നെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരു അഅറാബി വന്ന് ചോദിക്കുകയാണ്, ഹബീബായ നബിയെ, എന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ അടിമകളെ മോചിപ്പിക്കുക, അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുക. അതായത് അവരുടെ ഭൗതികമായ ആവശ്യങ്ങളെയും മാനസികമായ ആത്മീയവുമായ ആവശ്യങ്ങളെയും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഈ വന്ന് ചോദിച്ച ആൾ ചോദിച്ചു, ഇതിനെനിക്ക് സാധിക്കില്ലെങ്കിൽ ഞാൻ എന്താണ്, എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റിയ ഇതിനേക്കാൾ എളുപ്പമുള്ള വഴി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ലോകപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് അതിന് കഴിയില്ലെങ്കിൽ വിശക്കുന്നവന് ഭക്ഷണം നൽകുക, ദാഹിക്കുന്നവന് ദാഹമകറ്റുക എന്നാണ് ലോകപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഈ പ്രവാചക വചനം മനുഷ്യ സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും മഹത്വം വിളിച്ചോതുന്നതാണ് എന്ന് നമ്മൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ടതില്ല. കാരണം നമ്മുടെ അയൽവാസി അതാരാവട്ടെ, അവരെ നമ്മൾ സഹായിക്കണം. പ്രത്യേകിച്ച് റമദാൻ മാസമാണെങ്കിൽ നമ്മൾ വയറു നിറച്ച് കഴിക്കുകയും എൻ്റെ അയൽവാസി അതേത് മതത്തിലുള്ളവനാണെങ്കിൽ അവൻ കഴിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായൊരു സമീപനമല്ല. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് സ്വർഗത്തിൽ കടക്കാനുള്ള കാരണമാണെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായ നമ്മൾ ഇതിനെ മാനിക്കുന്നത് പോലെ ഇതിൻ്റെ ശേഷം റമദാൻ കഴിയും, പെരുന്നാൾ വരും, പിന്നെയും ഇതേപോലെ തന്നെ ജീവിതം മുന്നോട്ടു പോകാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിൻ്റെ പവിത്രതയെ മാനിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ ധാരാളം ഓതുവാനും അതേപോലെ തന്നെ ജീവിതത്തിൽ എല്ലാവിധ നന്മകൾ ചെയ്യുവാനും നമ്മുടെ നാട്ടിലുള്ള ഏതെല്ലാം മതസ്ഥരുണ്ടോ അവരൊക്കെ വേണ്ട രൂപത്തിൽ പരിഗണിച്ച് സഹകരിച്ച് മുന്നോട്ടു പോകാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.